രാഹുലിനോട് ഞാൻ പറഞ്ഞില്ല, രാഹുൽ നല്ലവനാണെന്ന് എവിടെയും ഞാൻ എഴുതിയിട്ടോ അല്ലെ എവിടെയും ഞാൻ പറഞ്ഞിട്ടോ ഇല്ല. ഞാൻ ഗർഭിണിയായാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാനത് ഓഡിയോ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഞാൻ ആ രീതിയിലായിരിക്കുമോ? അപ്പോൾ ശബരിമല കേസിൽ ഞാൻ ആദ്യം മുതലേ തന്നെ ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി സത്യമാണ്, ഞാനൊരു നസ്രാണിയാണ്. എന്തിനു ഭയക്കണം? എന്തിനാ ഞാൻ ആരെങ്കിലും കൊന്നോ? പിന്നെ ഇവിടെ ഈ ചില സോഷ്യൽ മീഡിയ ചാനലുകളിലൊക്കെ ചിലയല്ല ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ദീപ ജോസഫ്. താങ്ക് യു സോ മച്ച്. കരുത്തിൻ്റെ ഒരു പര്യായമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. പലപ്പോഴും ദീപയുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾ പലരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നു, ചിലരെയൊക്കെ വിരൽ പിടിപ്പിക്കുന്നു, മറ്റ് ചിലർക്ക് നേരെ എറിയുന്ന ചോദ്യങ്ങളാണ്. ചില ഫേസ്ബുക്ക് കുറിപ്പുകളുടെ പേരിൽ സർക്കാർ കേസെടുക്കുന്ന തലം വരെയുണ്ടായി. എങ്കിലും തൻ്റെ നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നില്ല. സുപ്രീം കോടതി അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. കേരളത്തിലെ പൊതുമേഖല ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളിലും തൻ്റേതായ നിലപാടുകൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ശക്തമായ നിലപാടുകൾ, പൊതുവെ സ്ത്രീകൾ ഇത്തരം നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ മടിക്കുമ്പോൾ ഈ നിലപാടുകൾ ഉച്ചത്തിൽ പറയാനും ആ നിലപാടുകളുടെ പേരിൽ പോര് നടത്താനും എങ്ങനെ ഒരു കരുത്ത് കൈവന്നിരിക്കുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ വളർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ തൻ്റെ ഇടത്തോട് തന്നെ ജീവിക്കാനും പ്രശ്നങ്ങളെ നേരിടാനും എന്നെ പഠിപ്പിച്ചത് എൻ്റെ അപ്പനാണ്. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ എനിക്ക് കൈപിടിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം അതുപോലെ തന്നെ എനിക്ക് നല്ല സപ്പോർട്ട് തരുന്ന എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം എവിടെയെങ്കിലും വീണുടയുന്നു എന്ന് കണ്ടാൽ പ്രതികരിക്കാൻ, അനീതി കണ്ടാൽ പ്രതികരിക്കാൻ ഒക്കെ എനിക്ക് ശക്തി പകർന്നത് ഇവരൊക്കെയാണ്, എൻ്റെ കൂടെയുള്ളവർ. പിന്നെ എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ഉപദേശക സംഘങ്ങളുണ്ട്, എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ചങ്കുകളുണ്ട്. അപ്പോൾ എനിക്ക് ഉറച്ചു നിൽക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, സത്യം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഈ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചതിലൂടെയാണ്. ആ നിലപാട് പിന്നീട് കോടതികൾ അംഗീകരിക്കുന്നത്, നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിനെ ശരിവെക്കുന്നത്, കേരളത്തിൻ്റെ പൊതുസമൂഹം അതിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് കണ്ടു. സ്വന്തം പാർട്ടി പോലും ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ കടുത്ത നിലപാടെടുത്ത് രാഹുലിനെ തള്ളിക്കളയുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് വേറിട്ടൊരു നിലപാടിലേക്ക് ദീപ എത്തിയത്? എൻ്റെ ഒരു ബുക്കുണ്ട്, എനിക്കൊന്നും എൻ്റെ രണ്ടാമത്തെ ബുക്കാണ്, ഡിവൈൻ ഗ്രിഡ് ദ പവർ ഓഫ് വുമൻസ് വിൽ എന്ന് പറഞ്ഞിട്ട്. ആ ബുക്ക് ആക്ച്വലി ഒരു ലീഗലി ഒരു സ്ത്രീക്ക് ധൈര്യം, തൻ്റെ ഇടം പകരുന്ന ഒരു ഹാൻഡി ബുക്കാണത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഒരു സ്ത്രീക്ക് എങ്ങനെ നിയമത്തിൻ്റെ വഴിയെ നടക്കാം എന്ന് കാണിക്കുന്നൊരു ബുക്ക്. അതിലൊരു ചാപ്റ്റർ ഉണ്ട്, അത് സ്ത്രീകൾ നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. കാരണം ഞാനൊരു അഭിഭാഷകയാണ്, ഒരു സാമൂഹിക പ്രവർത്തകയാണ്. അപ്പോൾ എൻ്റെ ഈ വഴികളിലൊക്കെ കരഞ്ഞു നിൽക്കുന്ന ഒത്തിരി സഹോദരന്മാരെ, നീതി കിട്ടാതെ അലയുന്ന ഒത്തിരി, ഇപ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനൊരു കേസുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പീഡനം അത് വ്യാജമായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സിസ്റ്റം തന്നെ ആദ്യം അറസ്റ്റ്, ദെൻ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇവിടെ ഒത്തിരി പരിമിതികളുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടെ എത്ര സമൂഹത്തിലെ നല്ല മനുഷ്യനാണേലും, അവൻ സത്യസന്ധനാണെങ്കിലും അത് വ്യാജമാണെന്ന് വെച്ചാൽ തന്നെയും ആ പുറത്തിറങ്ങി വരുന്ന ആൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അല്ലെ അവനെ സമൂഹം നോക്കിക്കാണുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ എല്ലാ പരാതികളും വ്യാജമാണെന്നല്ല, പക്ഷേ വ്യാജ പരാതി കൊണ്ട് തകർന്നു പോകുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാനിടയായതുകൊണ്ടും, പിന്നെ സത്യമാണല്ലോ എന്നും നിലനിൽക്കേണ്ടതും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ നിയമത്തിൻ്റെ വശത്തോടെ അല്ലെ ആ വഴിയിലൂടെ നടക്കുകയും ഞാൻ സത്യത്തിൻ്റെ ഒപ്പമാണ്, നീതിക്ക് കൂട്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റർത്ഥങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ, ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ ചോദിച്ചാൽ, ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഞാൻ രാഹുലിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റിൽ ഒന്ന് രാഹുൽ, നിൻ്റെ ജീവിതം ഒരു യഥാർത്ഥ ലീഡറിന് വേണ്ടതല്ല, ഒരു നേതാവിന് വേണ്ടതല്ല. നീ തിരുത്തണം. നീ തിരുത്തി നിൻ്റെ സംശുദ്ധമായൊരു ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരണം എന്നാണ് രാഹുലിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. രാഹുൽ നല്ലവനാണെന്ന് എവിടെയും ഞാൻ എഴുതിയിട്ടോ അല്ലെ എവിടെയും ഞാൻ പറഞ്ഞിട്ടോ ഇല്ല. സ്നേഹവും പ്രണയവും സെക്സും ഒക്കെ ഇപ്പം എനിക്ക് മനസ്സിലായത് ഇപ്പം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു നമ്മൾ, പ്രത്യേകിച്ച് കേരളം. ഇനി യൂറോപ്പൊക്കെ എനിക്കൊന്ന് കേരളം പോലെ ആവുകയും കേരള യൂറോപ്പ് പോലെ ആവുകയും ചെയ്തൊരു സംവിധാനം അല്ലൊരു സാഹചര്യം നമ്മൾ കാണുന്നത്. എനിക്ക് ഞാനൊരു പെണ്ണെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ നമുക്ക് ചില കേസുകളൊക്കെ കാണുമ്പം അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശരിയാണോ, സത്യമാണോ. ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ ഇത് എനിക്കുണ്ടാവുകയാണെങ്കിൽ ഞാനത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. ഇപ്പം എല്ലാ പെണ്ണുങ്ങളും എന്നെപ്പോലെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ആ ഒരു സാഹചര്യത്തോട്, ഇപ്പോൾ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ തന്നെ ഞാൻ 2 വർഷം കഴിഞ്ഞാണോ എന്ന് പറയുക. പിന്നെ ഞാൻ ഗർഭിണിയായാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. ഞാനത് ഓഡിയോ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഞാൻ ആ രീതിയിലായിരിക്കുമോ, അതോ ഞാനതിനെ വളർത്താനാണെങ്കിൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകണം. അപ്പം ഞാൻ അറിയേണ്ടതല്ലേ, അറിയിക്കേണ്ട ആളെയാണ് ഞാൻ അറിയിക്കേണ്ടത്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ ഇങ്ങനെ അല്ലല്ലോ നമ്മുടെ ഭാരത സംസ്കാരം. ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ അത് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികൾ, പിന്നെ ജീവിതം, ഇതിപ്പോൾ എല്ലാം ആദ്യം കുട്ടി പിന്നെ വിവാഹം, അത് പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ഒരു സിസ്റ്റമാണ് ഞാൻ എതിർക്കുന്നത്. അല്ല, അതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നില്ലേ? പ്രത്യേകിച്ച് അതിനെ രാഷ്ട്രീയമായി ചിലർ കണ്ടപ്പോൾ വലിയ കടന്നാക്രമണങ്ങളും ആക്രോശങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കേട്ടു. പക്ഷെ ഞാനതിനെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ മൈൻഡ് ചെയ്തതായിട്ട് ആർക്കെങ്കിലും തോന്നിയോ? ഇല്ല. നമ്മൾ പറയാനുള്ളത് പറയുക. അത് സത്യമാണെന്ന് നമുക്ക് ഉറപ്പായാൽ, നമ്മൾ നീതിയുടെ വശത്താണെന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയുന്ന അതേ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെന്ത് പറയുന്നു എന്നുള്ളത്, ഇപ്പോൾ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയോട് ആരെങ്കിലും ചന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ നടന്നു പോകുന്ന ആനയെ നോക്കിയിട്ട് വഴി സൈഡിൽ നിൽക്കുന്ന പട്ടി കുരയ്ക്കുമ്പം ഏതെങ്കിലും ആന എന്നെ നോക്കി നീ എന്തിനാ കുരയ്ക്കണേന്ന് ചോദിക്കാറുണ്ടോ? വളരെ കൃത്യമായി ചോദിച്ചാൽ, അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു അതിജീവിതക്കെതിരെ നടത്തിയ പരാമർശം എന്ന പേരിൽ ഒരു പരാതി പോലീസിന് മുന്നിൽ വരുന്നു. പിന്നീട് ആ വിഷയം കോടതിയിലെത്തുന്നു. അപ്പോൾ വലിയ തോതിൽ ഒരു സർക്കാർ വേട്ടക്കിറങ്ങി. എന്തിനാണ് ദീപ ജോസഫിനെ അവർ ഉന്നം വെച്ചത്? അത് അവർക്കേ അറിയാവുള്ളായിരിക്കും. സർക്കാർ എന്താണ് ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തുടക്കം മുതലേ ഈ ശബരിമല കേസും പിന്നെ ഇവിടെ നടക്കുന്ന എനിക്കത് അഴിമതി എന്ന് 100% തോന്നുന്ന കാര്യങ്ങൾ ഞാനത് ജനസമൂഹത്തിൽ ഞാൻ വിളിച്ചു പറയാറുണ്ടായിരുന്നു. അപ്പോൾ ശബരിമല കേസിൽ ഞാൻ ആദ്യം മുതലേ തന്നെ ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി സത്യമാണ്, ഞാനൊരു നസ്രാണിയാണ്. പക്ഷേ ശബരിമല എന്ന് പറഞ്ഞാൽ അത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടല്ലേ? ശബരിമല എന്ന് പറഞ്ഞാൽ അല്ല, കൊള്ളയുടെ ശബരിമല സ്വർണ്ണ. അപ്പോൾ ശബരിമല എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലേ, നമ്മുടെ ഒരു മതേതരത്വം നമുക്ക് എല്ലാവർക്കും. കാരണം ഞാൻ പഠിച്ചത് NSS ഹിന്ദു കോളേജിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ കൂടുതൽ അയ്യപ്പനെ കുറിച്ച് അറിയുകയും അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമല നമ്മുടെ ഇപ്പം ഹിന്ദുക്കൾ പറഞ്ഞാലും ഏത് പള്ളിയെക്കുറിച്ച്, മണ്ണർകാട് പള്ളി അത് നമ്മുടെ പള്ളി അല്ലെ, ആ നമ്മുടെ എന്നൊരു മനോഭാവം നമുക്ക് വരുമ്പോഴാണ് നമ്മളുടെ മതേതരത്വം ആ രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ 10 വർഷം കൊണ്ട് ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി. പക്ഷെ അതിലൊക്കെ രസകരമായൊരു സംഭവം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊന്ന് ഈ മാറ്റർ സുപ്രീം കോടതിയിൽ വന്ന സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വളരെ വ്യക്തമായിട്ടൊരു പോസ്റ്റ് എഴുതുകയും എനിക്കത് മലയാളി വാർത്തയും ഒക്കെ അത് ആ പോസ്റ്റ് വാർത്തയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പി സരിനെക്കുറിച്ചുമൊക്കെ ഞാൻ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. അവരുടെയൊക്കെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു അല്ലേ, സരിനുമായിട്ട് ബന്ധപ്പെട്ട? അല്ല, അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ
2016 നേരത്തെ പണ്ട് 2016 അവരുടെ 10 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ ശബരിമല മേൽശാന്തി താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ സീനിയറാണ്, NSSL കോളേജിലെ സീനിയറായിട്ടുള്ള ശങ്കരൻ നമ്പൂതിരി. അപ്പം ഞാൻ ആ വർഷം 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ NSS കോളേജിൽ പോവുകയാണ്. 25 വർഷത്തിന് ശേഷം ഞാൻ ആ കോളേജിൽ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു പ്രൊഫസർ B. രവികുമാർ സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ദീപ പഠിച്ച ക്ലാസ്സിൽ കയറണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എല്ലാവരെയും കൈകാട്ടി വിളിച്ചിട്ട് സാർ പറഞ്ഞു, വരൂ എല്ലാവരും വരൂ, 1/4 നൂറ്റാണ്ടിന് ശേഷം എൻ്റെ ശിഷ്യ എന്നെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. അത് ഭയങ്കര നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ സാറ് കാണാൻ വന്നു, ഞങ്ങൾ സംസാരിച്ചില്ല, ഞാൻ പഠിച്ച ക്ലാസ് റൂമിലും ഇരുന്ന്. അപ്പോൾ സാറ് തന്നെ എന്നെ മലയാളം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സാറിനോട്, സാർ ഞാൻ ഇന്ന് എൻ്റെ ആയിരിക്കുന്ന സ്ഥലത്ത് ഷാലിമാർ ഗാർഡൻ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, ഞാൻ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്കിന്ന് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എനിക്കൊരു നല്ല ഗസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ, നീ മോളെന്തിനാ പേടിക്കുന്നത്, നമ്മുടെ ശങ്കരനില്ലേ ശബരിമല മേൽശാന്തിയായിട്ട് പുള്ളി ഇപ്പം സ്ഥാനം ഒഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ പറയാമല്ലോ ശങ്കരനോട്. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് പുള്ളി മാഗസിൻ എഡിറ്ററാണ്, അപ്പം ഞങ്ങൾ ശങ്കരേട്ട എന്നാണ് വിളിക്കണേ. അപ്പം ഞാൻ പറയാമല്ലോ, നീ ഒന്ന് വിളിച്ചോ, പുള്ളി വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി വന്നു. ആ ഫംഗ്ഷന് പുള്ളി ചീഫ് ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ 2-3 ദിവസം എൻ്റെ വീട്ടിലപ്പോൾ ഞങ്ങൾ ആഗ്രയിൽ പോയി. അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫേസ്ബുക്ക്, ഈ ഓപ്പോസിറ്റ് പാർട്ടി എനിക്ക് അഗെയിൻസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് ഒരു അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ 2018 മുതൽ നമ്മുടെ പുറകെ നിന്ന് തിരുവാതിര കളിച്ചപ്പം നമ്മൾ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു ഇതിലാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം പുള്ളി അവിടെ നിന്ന് ഉണ്ടാക്കി വെക്കുന്നതും. അപ്പോൾ ഈ പുള്ളി ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലെഴുതിയിരിക്കുകയാണ്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും നിർണായകമായ ഒരു സമയമായിരുന്നു 2016. ആ പൊട്ടൻ അറിയത്തില്ല 2019 വിജയ് മല്യ സ്വർണ്ണപ്പാളി കൊടുക്കുന്നത് പോലും. 2019 അല്ല, 99 അല്ല 2019 മുതലല്ലേ ഈ മോഷണം പോയതുകൊണ്ട് കാര്യങ്ങൾ 2019. അപ്പോൾ ഈ പുള്ളി ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി 2016 സ്വർണം മോഷണം പോയെന്നും അത് ദീപ ജോസഫിൻ്റെ പിന്നെ വീട്ടിൽ വന്ന് താമസിച്ച മേൽശാന്തിയെക്കുറിച്ചുള്ള പരാമർശം കണ്ടെന്നും പിന്നെന്താണ് ദീപ ജോസഫിന് ഉന്നത വിദേശകാര്യ മന്ത്രാലയത്തിലെ ഓഫീസുകാരുണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന ട്രാപ്പിൽ പെടുത്തി, അതായത് ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്നും പിന്നെ അതുപോലെ തന്നെ ഈ സ്വർണ്ണമൊക്കെ ഇപ്പം ഞാൻ വിദേശത്ത് ഉറപ്പായിട്ടും എന്നിട്ട് ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ഒക്കെ പ്രചരിപ്പിച്ചു. അപ്പം നമ്മൾ ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യുന്നൊന്നും മനസ്സിലായ സമയത്ത് എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഈ സംഭവം ഡിലീറ്റ് ചെയ്തു. ഒരിടത്തും വെച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ അടുത്ത് തന്നെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓപ്പോസിറ്റ് പാർട്ടി അല്ലെങ്കിൽ ഭരണപക്ഷം അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. 2019 നിർണായകമായ, അല്ല 2016 3 വർഷം 4 വർഷം മുമ്പിലേക്ക് അവർ കയറ്റി. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെ അവർക്കത് നശിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം. പക്ഷേ നമ്മൾ സത്യമുണ്ടെങ്കിൽ, നമ്മൾ നീതിയുടെ കൂട്ടത്തിലാണെങ്കിൽ, ഞാൻ ഇനിയും പറയുന്നു, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മളെ വിശ്വസിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ല, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് എതിരെ എന്നുള്ള തലത്തിലാണ് ആ പോസ്റ്റ്. ഒരു അതിജീവിത എന്നുള്ളതിന് പകരം പരാതിക്കാരി എന്ന് പറയുന്നതായിരിക്കും നല്ല. കാരണം കോടതി തന്നെ പറഞ്ഞു, വിവാഹശേഷം ഭർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് പോകുന്നവരാരും അതിജീവിതന്മാരാകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും കോടതി പറഞ്ഞതും. അപ്പം നമ്മൾ പരാതിക്കാരി എന്ന് എനിക്ക് തോന്നുന്നു മീഡിയ ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പരാതിക്കാരി, ഞാനും പരാതിക്കാരി എന്നാണ് സാധാരണ പറയാറുള്ളത്. ഈ പരാതിക്കാരിക്കെതിരെയുള്ള പരാമർശത്തിന്റെ പേരിൽ കേസെടുക്കുന്നു, പിന്നീട് ഇന്ത്യ വിട്ടുപോയി എന്നൊക്കെയുള്ള കിംവദന്തികൾ ഇവിടെ കേട്ടിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഭയപ്പെട്ടാണോ പോയത്? പരാതിക്കാരിക്കെതിരെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഇല്ല, കാരണം അന്ന് പരാതിക്കാരി ഇല്ല. ഞാൻ ഈ പോസ്റ്റ് ഇടുന്ന ദിവസം 2025 നവംബർ 27 7 മണിക്ക് ഞാൻ ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് പരാതിക്കാരിയില്ല, അതിജീവിതയില്ല, നമുക്കറിയുന്ന സർവൈവർ എല്ലാവരും ഇല്ല. അല്ല, ഈ അതുവരെയും ജനങ്ങൾക്ക് അറിയത്തില്ലാത്ത ചില കാര്യങ്ങൾ, അപ്പോൾ ഒരു വിവാഹിതയാണെന്നും ഭർത്താവുണ്ടെന്നും വിവാഹമോചനം നേടിയിട്ടില്ല എന്നും. പക്ഷെ നമ്മൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഇത് ആരെ കുറിച്ചാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആരാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് മനസ്സിലായി. പക്ഷെ ഇത് ഞാൻ എന്നെ കുറിച്ചോ മറ്റോ ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പരാതി വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ല. അന്നത്തെ ദിവസം വൈകിട്ട് 7 മണിക്കോ മറ്റോ ആണ് ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുക്കുന്നത്.
അതെ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഈ പരാതിയൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, അതിന് നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിനെയൊക്കെ കവച്ചു വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി പോകുന്നത്. അതിനുശേഷം ഈ പരാതിക്കാരുടെ ഹസ്ബൻഡും ഇതേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടു, ചായക്കപ്പിൽ അയ്യോ ഇത് ഞാൻ അറിയാതെ പറ്റിയ ഒരു അബദ്ധമാണെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി കൊടുത്ത ഒരു പരാമർശത്തിന് ഞാൻ അന്നേരവും കണ്ടു ഈ പരാതി കൊണ്ട് കൊടുത്ത വ്യക്തി മുഖ്യമന്ത്രിക്ക് ആക്ഷേപവുമായിട്ട് ഒരു മെസ്സേജ് ആക്കണം നമ്മൾ കണ്ടു. പക്ഷേ സർക്കാർ നിൽക്കേണ്ടത് അവൾക്കൊപ്പം അല്ല, അവനൊപ്പം അല്ലല്ലോ. എനിക്ക് തോന്നിയതിൽ ഞാൻ ഒരു കമന്റും പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന്. എല്ലാ ആൾക്കൊപ്പം നിൽക്കുന്നില്ലല്ലോ. അതിനുശേഷം പലരും നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ പലരും പല കംപ്ലൈന്റും കൊടുത്തു. അപ്പൊ എല്ലാ അവൾക്കൊപ്പം ഇല്ല, ചില അവൾക്കൊപ്പം മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ കേസെടുക്കുന്നു, പിന്നെ എന്തിനാണ് ഇന്ത്യ വിട്ടു പോയത്? എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ബുക്ക്, ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഭരണപക്ഷത്തിലല്ല ഈ പ്രചരിപ്പിച്ചവർക്ക് വിവരത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നു, ഒരു ലേശം വിവരത്തിൻ്റെ കുറവുണ്ടായിരുന്നത് കൊണ്ടാണ്. കാരണം യൂറോപ്യൻ വിസയൊക്കെ കിട്ടാൻ ഒരു 15 ദിവസം 30 ദിവസമൊക്കെ എടുക്കും. അതെ. അല്ലാതെ ഇവരൊരു പരാതി ഉണ്ടാക്കിയ ഉടനെ എനിക്ക് വിസ കിട്ടിപ്പോവാൻ എൻ്റെ അമ്മാച്ചനൊന്നും അവിടെ ഇല്ല. പക്ഷെ മലയാളത്തിൽ പറഞ്ഞ എംബസിയിൽ എൻ്റെ ബന്ധുക്കാരും ഒന്നുമില്ല. അപ്പോൾ ആ വിസ കിട്ടാനുള്ള അത്രയും പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത മന്ദബുദ്ധികളായ ആൾക്കാരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നേരത്തെ പിന്നെ ആക്ച്വലി നമ്മൾ ജനുവരി മാസം നവംബറിൽ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാർപ്പാപ്പയുടെ അടുത്തായിരിക്കണം, വത്തിക്കാനിലായിരിക്കണം എന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ആ സമയത്ത് എൻ്റെ PhD തിയറി എൻ്റെ സംഭവം എല്ലാം കുറച്ച് ഒരു ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്കുമാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ ടോപ്പിക്കെല്ലാം ചേഞ്ചായി. ഒരു മാസം കൊണ്ട് ഞാനിതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതേ സമയം തന്നെ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഷാർജ ബുക്ക് ഫെയറിൽ പങ്കെടുക്കണമെന്നും അവിടെ വെച്ച് എൻ്റെ ബുക്ക് റിലീസ് ചെയ്യണമെന്നും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നുകൊണ്ട് എൻ്റെ PhD സബ്മിഷൻസ്, അതുപോലെ തന്നെ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിലെ ബുക്ക് പ്രകാശനം, പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് തായ്ലൻഡിലൊരു കോൺഫറൻസിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അത് ഒഫീഷ്യലായിരുന്നു. അപ്പം ഞാൻ അവരുടെ ഗസ്റ്റായിട്ടാണ് തായ്ലൻഡിൽ പോകുന്നത്. അവിടുന്ന് വന്നതിന് ശേഷം മാത്രമേ എനിക്ക് 4-ാം തീയതി നവംബർ 4-ാം തീയതിയാണ് എനിക്ക് വത്തിക്കാനിൽ ഇൻവിറ്റേഷൻ വന്ന് കിടക്കുന്നത്. ഒപ്പം എനിക്ക് VIP ഇതിൽ പിന്നെ വിസ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഡോക്യുമെൻസും ഒക്കെ വന്ന് കിടക്കുകയാണ്. പക്ഷേ എനിക്ക് എൻ്റെ പാസ്പോർട്ട് കൊടുക്കണമെങ്കിൽ, വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് തായ്ലാൻഡിൽ നിന്ന് വന്നിട്ട് ശേഷം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, ബുക്ക് ഫെയറിന് ഞാൻ തുടങ്ങിയ ദിവസം തന്നെ ഞാൻ അവിടെ പോയി പങ്കെടുത്തു. 5-ാം തീയതി 4-ാം തീയതി പോയി, 5-ാം തീയതി ബുക്ക് ഫെയർ കഴിഞ്ഞു. ഞാൻ 7-ാം തീയതി തിരിച്ചു വന്നു. 10-ാം തീയതി ഞാൻ തായ്ലൻഡിൽ പോയി. 16-ാം തീയതി ഞാൻ തിരിച്ചു വന്നു. 17-ാം തീയതി ഞാൻ എംബസിയിൽ കൊണ്ട് കൊടുത്തു. കാരണം എനിക്കത് VIP ഇതിലായിരുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊരു 1.5 ആഴ്ച കൊണ്ട് എനിക്ക് വിസ കിട്ടി. അപ്പോൾ എനിക്ക് 30-ാം തീയതി മുതൽ എനിക്ക് വിസ ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു എന്താ പറയുക, ഒരു റേപ്പ് കേസോ അല്ലെങ്കിൽ ഒരു വ്യാജ പരാതിയിലൊക്കെ കേട്ടിട്ട് പേടിച്ചോടാൻ ഇതെന്താ വെള്ളരിക്കപ്പെടണോ? അല്ല, ഭയം തോന്നിയില്ല കേസെടുത്തിട്ട്? എന്തിനാ ഭയക്കണം? ഞാൻ ആരെങ്കിലും കൊന്നോ? പിന്നെ ഇവിടെ ഈ ചില സോഷ്യൽ മീഡിയ ചാനലുകളിലൊക്കെ ചിലയല്ല ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ താല്പര്യവും അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും രസം കണ്ടുപിടിക്കുന്നവർക്കും മാത്രമേ ഉള്ളൂ സത്യം മനസ്സിൽ. ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു VNAയിലായിരുന്നു തോന്നുന്നു. VNAയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഒന്ന് മാറി നിൽക്കുക. കാരണം ആൾക്കാർക്ക് എന്തെങ്കിലും അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഞങ്ങൾക്കൊരു പെങ്ങളുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു കവചമുണ്ട് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 14ഓളം രാജ്യങ്ങളിൽ ഈ ബുക്ക് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇറ്റലിയിൽ പോയി കഴിഞ്ഞപ്പം അവർ ഇടുക്കി കൂട്ടായ്മ ഒരു ബുക്ക് ലോഞ്ച് വെച്ചു. ഒപ്പം ഒരു സ്വീകരണവും ഒരു ഫെലിസിറ്റേഷനും എല്ലാം കൂടെ കൂടിയിട്ട് അവരങ്ങനെ ഞാൻ ഇടുക്കിക്കാരിയാണ്. അപ്പോൾ ഇറ്റലിയിലെ ഇടുക്കി കൂട്ടായ്മയായിരുന്നു അത് സംഘടിപ്പിച്ചത്. അപ്പോൾ അത് മാർപ്പാപ്പയായിട്ടുള്ള ഞങ്ങളുടെ മീറ്റിംഗ് 10-ാം തീയതി, ഇത് 9-ാം തീയതി. ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് അവർ പറഞ്ഞു സഫീഷ്യൻറ്റ് ടൈം എടുത്തോളൂ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എത്ര മിനിറ്റാണ് ഞാൻ പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ സമയം എടുത്തോ, 1 മണിക്കൂർ 2 മണി. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എനിക്കൊന്ന് 3/4 മണിക്കൂറോളം നീണ്ടുപോയി.
കാര്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞു തന്നു. ഞാൻ തന്നെ പിന്നെ വൈൻഡപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് സിസ്റ്റർ ലിജി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടു, യുക്രൈൻ യുദ്ധവും കാര്യങ്ങളും എല്ലാം കേട്ടു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കാപ്പിയും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബുക്ക് അവിടെ നമ്മൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് പലരും വന്നിട്ട് മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ അടുത്തൊന്ന് സൈൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് സൈൻ വേണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടനെ ഞാൻ നോക്കി, എനിക്ക് ബുക്കും വേണ്ട, പക്ഷേ മാഡത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാനൊന്ന് പിടിച്ചോട്ടെ, മാഡത്തിനെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവരെല്ലാം കൂടെ കൂടിയിട്ട് എന്നെ അവരുടെ ഒരു ഗാങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അല്ലെ അവരുടെ ടീമിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നമുക്ക് വേണ്ടി ജനനം എടുത്ത നമ്മുടെ പെങ്ങളാന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെയല്ല, ഇത് ആരാണോ എനിക്ക് ഇങ്ങനെയൊരു നെഗറ്റീവ് അല്ലെ എന്നെ തകർക്കാൻ വേണ്ടി ചെയ്തതാണേലും എനിക്ക് ഭയങ്കര പോസിറ്റീവ് അപ്രോച്ചായിരുന്നു. ഞാൻ കോടികൾ കൊടുത്താൽ കിട്ടുകയില്ലാത്തൊരു മൈലേജും ഒരു പബ്ലിസിറ്റിയും ഒക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ എന്നെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചവർ. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് നന്ദി പറയുന്നു. അതിനുശേഷം പിന്നീട് തിരിച്ചു വന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്നു, ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള തലത്തിൽ വാർത്തകൾ കണ്ടു. എന്താണ് അതിൻ്റെ വാസ്തവം? സുപ്രീം കോടതിയിൽ നമ്മൾ പോയത് ഒരിക്കലും ആൻറ്റിസിപ്പേറ്ററി ബെയിലിനായിരുന്നില്ല. നമ്മൾ പോയത് ഇവിടെ FIR ഇട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ കേട്ടു. അതിനുശേഷം ഞാൻ അവിടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് യുക്രൈനിലെത്തുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഞാൻ അവിടുന്ന് ഈ പല മെയിലുകൾ നമ്മൾ പോലീസ് ഓഫീസേഴ്സിന് അയച്ചു. ഞാൻ കേൾക്കുന്നു എനിക്കിങ്ങനെ ഒരു FIR ഉണ്ടെന്ന്, അതിനകത്ത് വല്ല വാസ്തവമുണ്ടോ, FIR നമ്പർ എത്രയാണ്, എൻ്റെ ഡീറ്റെയിൽസ് എന്താ, എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല, നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജ് വന്നു, ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും. നമ്മൾ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ വെച്ചു. നമ്മൾ അയച്ചത് ചീഫ് സെക്രട്ടറിക്കും പോലീസ് കമ്മീഷണർക്കുമാണ് നമ്മൾ മെയിൽ അയച്ചത്. ഒരു 5-6ഓളം മെയിലുകൾ നമ്മൾ അയച്ചു, ഡീറ്റെയിൽസ് തരാനും പറഞ്ഞു. ബട്ട് നമുക്കൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനൊക്കെ നമുക്ക് സുപ്രീം കോടതിയുടെ ചില നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പാലിക്കാതെയാണ് ഈ അറസ്റ്റുകളും അല്ലെങ്കിൽ പല FIRകളും ഉള്ളതെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഈ പോലീസിന്, എസ്പെഷ്യലി ഇൻ കേരള, നമ്മളൊരു ഗൈഡ് ലൈൻ കൊടുക്കണം. അത് നിങ്ങൾക്കറിയാം, എനിക്ക് അയച്ചു തരാൻ പറ്റും അതിൻ്റെ പെറ്റീഷനോ കോപ്പി. ഒരു ഗൈഡ് ലൈൻ കൊടുക്കണം. രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ടത്, ദീപകിൻ്റെ മരണം വളരെ നല്ലതായിട്ട് കരയിച്ചൊരു സംഭവമായിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ വാർത്ത വീഡിയോ പ്രചരിച്ചിട്ട് ദീപക് പോയി സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ യുക്രൈനിലായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ഒരു പരസ്യ കുർബാനയ്ക്ക് കയറുന്നതിന് ചുമ്മാ മൊബൈലിൽ നോക്കിയപ്പോൾ ദീപക് ആത്മഹത്യ ചെയ്തു കാണുന്നു. അറിയാതെ കണ്ണ് നിറഞ്ഞു. ഞാൻ ദീപകിനെ കണ്ടിട്ടില്ല, ദീപക് ആരാന്ന് എനിക്കറിയില്ല, ആ മനുഷ്യൻ്റെ ബസ്സിൽ വെച്ച്. അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പ്രതികരിക്കേണ്ട കാര്യമാണെന്ന്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എത്രത്തോളം മസാല ഇടാവോ അത്രത്തോളം ഈ റീൽസൊക്കെ ഇപ്പോൾ എനിക്കൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു ചെറിയ വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പോൾ അത് നമ്മുടെ റീച്ച് അനുസരിച്ചാണെന്നുള്ളത് കൊണ്ടും പല ആളുകളും വ്യാജമായിട്ട് പലതും നമുക്കിപ്പം AI കൂടെ ഉള്ളതുകൊണ്ട് സത്യമേത കള്ളമേത അല്ലെങ്കിൽ ഇതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടോ എന്നൊന്നും അറിയാൻ മേലാത്തൊരു സാഹചര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ തന്നെ വിചാരണ ചെയ്തു, ദീപകനെ കൊന്നു. അതിനകത്ത് വേറെ ജഡ്ജിമാരോ പോലീസോ ഒന്നും ഇടപെട്ടില്ല. സോഷ്യൽ മീഡിയ എന്ന ന്യായാധിപൻ, അല്ലെങ്കിൽ പിന്നെ അവിടെ കുറേ വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടി ഇരുന്ന് ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു നിയന്ത്രണം എങ്ങനെയെങ്കിലും, ഇത് 3 പെറ്റീഷനായിരുന്നു നമുക്കുണ്ടായിരുന്നു. ഒന്ന് പോലീസിന്, 2 എപ്പം വന്നാലും നമുക്കൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നമ്മൾ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മെൻഷൻ്റെ അല്ല, ഇതുപോലെ വരുന്ന സാഹചര്യങ്ങളിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ഈ 3 പ്രെയറാണ്. അത് ഞാൻ കോപ്പി തന്നെ നിങ്ങൾക്ക് തരാം. ഇതായിരുന്നു നമ്മുടെ പ്രെയർ. പക്ഷേ ഇത് തുടക്കത്തിൽ എനിക്കും നിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്, ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു, അത് ഭരണഘടനാപരമായ ഏതോ വാർത്തയുമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷയമായി ബന്ധപ്പെട്ടാണെന്ന് വളരെ ചുരുക്കം മീഡിയയിൽ ഞാൻ കണ്ടു. നമ്മളെ പലരും വിളിച്ചു. പക്ഷേ സുപ്രീം കോടതി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, വക്കീലന്മാരൊരു കേസ് ഫയൽ ചെയ്താൽ ഉടനെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയല്ല, അത് ലിസ്റ്റഡ് ആവണം, ലിസ്റ്റായി അതിൻ്റെ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം. പക്ഷേ ഈ കേസിൽ കവിയിട്ടിട്ട്
നമ്മുടെ പരാതിക്കാരി വരുന്നു, പരാതിക്കാരിക്ക് വേണ്ടിയിട്ട് വരുന്നു. വന്നിട്ട് അന്ന് മുതൽ ഇത് വാർത്തയാണ്, എൻ്റെ സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് വരെയാണ്. എനിക്കറിയില്ല, ഞാനിപ്പോ സുപ്രീം കോടതി അഭിഭാഷക ആണോ എന്ന് സംശയം. അപ്പൊ ആ സംശയം അതിൽ അന്നുകൊണ്ട് തീർന്നു. അന്നുകൊണ്ട് ആ സംശയം ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ ആ സംശയം തീർന്നു. കാരണം എനിക്ക് തോന്നുന്നു എന്താ നമ്മുടെ ഷാജൻ സ്കറിയ വരെ അഭിഭാഷകയാണോ അല്ല അഭിഭാഷക എന്ന് അവകാശപ്പെടുന്ന എന്നുള്ള രീതിയിലാണ്. ഷാജന്റെ ഒരു വാർത്തയിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബാക്കി എല്ലാവരും പോട്ടെ, പക്ഷേ എവിടേക്കോ ഷാജനിൽ കുറച്ച് സത്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അയാൾ പോലും അഭിഭാഷകൻ എന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പം അതുപോലെ തന്നെ ബാർ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്, സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ, അവരെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണല്ലോ ഈ ഒരു സംഭവം വന്ന് അഭിഭാഷകൻ എന്ന് അവകാശപ്പെടുന്നത്. പിന്നെ സരിൻ, പിന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ പുറകെ നടന്ന തിരുവാതിര കളിച്ചൊരു അഭിഭാഷകൻ, അവരൊക്കെ അയാൾ പണ്ട് മീഡിയയിലും കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഈ വാർത്ത ഉണ്ടാക്കുന്ന സമയത്ത് സുപ്രീം കോടതി അഭിഭാഷക എന്ന് അവകാശപ്പെടുന്നു, പിന്നെ സാമൂഹ്യ പ്രവർത്തക എന്ന് അവകാശപ്പെടുന്നു. ഇതിനകത്ത് അവകാശപ്പെടും ഞാൻ എന്താ ഇങ്ങനെ വല്ല ബോർഡും എഴുതി എൻ്റെ തലയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ടോ അവകാശപ്പെടാൻ? അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ, പിന്നെ എന്താണ് അവകാശപ്പെടുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് അതുപോലെ തന്നെ ഈ മഹാൻ എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു, അറസ്റ്റ് ചെയ്യിക്കാൻ നോക്കുന്നു, പടക്കം പൊട്ടിക്കാൻ നോക്കുന്നു. എന്താ അപ്പോൾ അയാൾ ഇന്നലെ ഒന്നും അല്ല, ഇത് ഇയാൾ തന്നെയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിലും. 2019 ഞാൻ നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടുന്നത്. അപ്പം നിമിഷയുടെ അമ്മ കണ്ട് ഒരു കേസ് തുടക്കം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ അതിലേക്കൊന്ന് എല്ലാവരെയും ഒന്ന് കണക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പം ആ ഒരു സമയത്തിൽ ഞാൻ ഇവരെയൊക്കെ കണക്ട് എടുത്ത് ജയിലിലായിരിക്കുന്ന നിമിഷയോട് സംസാരിച്ച് അവിടെ സാമുവൽ എന്ന് പറയുന്ന തുടക്കകാലത്ത് ഇത് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാദർ ടോം ഒഴിഞ്ചാലിൻ്റെയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടെന്ന ആ അച്ഛൻ്റെയൊക്കെ മോചനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാമുവൽ ജെറോമിനെ കണ്ടെടുത്ത് അവനുമായിട്ട് സംസാരിച്ച് എനിക്കൊന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതി ആ സമയത്തോടെയാണ് നിമിഷയുടെ അപ്പീൽ കോടതിയിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ നിമിഷ കരയുകയും വിളിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ രണ്ടാമത് അപ്പീലിന് പോകുന്നു. അപ്പോൾ ആ 2021 അത് 20 ഒക്ടോബർ നവംബർ മാസത്തോടെയാണ് ഈ ലോക കേരള സഭയുടെ ഒരു ടീം വന്നിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. മാഡം ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, അപ്പം നമുക്ക്, കാരണം അവർക്ക് വേറെ ആരും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നവരില്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും ടീം വർക്കിൽ വിശ്വസിക്കുന്ന ആളാണ്, പാർട്ടിയിലല്ല ടീം വർക്കിൽ. അപ്പോൾ ഇവർ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ. പക്ഷേ ഇവർ വന്നത് ആ നിമിഷനെ രക്ഷിക്കാനാണോ എന്ന് ഭയങ്കര സംശയമുണ്ടായി. വേറൊന്നുമല്ല, ഓരോ ഘട്ടങ്ങളിൽ വരുമ്പോഴും അവിടെ എല്ലാം ആദ്യം പറഞ്ഞു സാമൂല് ഭയങ്കര ഇതാണ്, പൈസ മേടിക്കുന്നു. ആരോട് പൈസ മേടിക്കുന്നു? ആ അമ്മേനെ രണ്ട് കൊല്ലക്കാലം അവൻ്റെ വീട്ടിലാണെന്ന് ഒരു സിംഗിൾ പെന്നി പോലും മേടിക്കാതെ നമ്മളൊന്ന് ആലോചിക്കും. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് 2 ദിവസത്തേക്ക് വരുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത് 2 കൊല്ലം ഇപ്പോഴും സ്റ്റിൽ 2024 ഏപ്രിൽ മാസം മുതൽ അല്ലെ മാർച്ച് മിഡ് തുടങ്ങി ഇന്നും ആ അമ്മ നിൽക്കുന്നത് 2 വർഷം ഏപ്രിൽ ആകുമ്പോൾ അല്ലേ, ആ അമ്മ നിൽക്കുന്നത് ആ സാമൂലിൻ്റെ വീട്ടിലാണ്, അയാളുടെ ചിലവിലാണ് 2 വർഷമായിട്ട്. എങ്കിലും അയാളെക്കുറിച്ച് കുപ്രചരണം നടത്തുക, അത് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുക. അത് കഴിഞ്ഞ് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഫണ്ട് ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ ട്രസ്റ്റിൽ നിന്നൊരു ഇതിട്ടിട്ട് 500 രൂപയുടെ ഒരു അപ്പീലിട്ട് നമ്മൾ എല്ലാവരും കളക്ട് ചെയ്തിട്ട് ആ പൈസ നമ്മൾ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തതിനൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അത് ഒരു ദിവസം ഞാൻ പേപ്പറിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ മഹാൻ എഴുതി വെച്ചിരിക്കുന്നു സുപ്രീം കോടതി അഭിഭാഷക എന്ന് അവകാശപ്പെടുന്ന, കാരണം അയാളുടെ ലാംഗ്വേജ് അതാണ്, ഈ പൈസ വ്യാജ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതിന് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഇയാളെ ആരും നിയമിച്ചിട്ടില്ലെന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് അവർ തന്നെ പ്രസ് മീറ്റ് കൊടുത്ത് ഞങ്ങൾ പല സംഘടനകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്തു. പിന്നെ ഏറ്റവും ആ ഒരു കേസിൽ ഇവർ തന്നെ പല വ്യാജ വാർത്തയും പറയുന്നുണ്ടെങ്കിലും ഇത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള 3 പേരാണ് ഇതിൻ്റെ സൈനിങ് അതോറിറ്റി. അവർ 3 പേരും ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ബാബു MLA, മൂസ മാഷ്, ഒരു കുഞ്ഞഹമ്മദ്, ഇവർ 3 പേരാണ് സൈനിങ് അതോറിറ്റി. പിന്നെ ആരാണ് ഇവരുടെ പൈസ അടിച്ച് അവർ തന്നെ പൈസ അടിച്ച് മാറ്റുവാണോ? എന്നിട്ടാണ് ഇവർ വാർത്ത കൊടുക്കണേ. ഇവർ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യം വേണ്ടേ? ഒത്തിരി കുപ്രചരണങ്ങൾ ഉണ്ടാവും. അതുപോലെ $40,000 വേണം. അതെല്ലാം നമ്മൾ കറക്റ്റ് എംബസി വഴിയാണ് കൊടുത്തത്. അതിൻ്റെ എല്ലാം ഡോക്യുമെന്റ്സ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുമുണ്ട്. അതും പോരാഞ്ഞിട്ടാണ് സരിൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ എന്താ പറയുക, ഒരു നിലപാടില്ലാത്ത വ്യക്തിത്വം
വ്യക്തിത്വങ്ങൾ അവരിതിനെക്കുറിച്ചൊക്കെ മോശമായിട്ട് വ്യാജ വാർത്ത സൃഷ്ടിച്ച് ഒരു വ്യക്തിയെ തകർക്കാൻ നോക്കിയാൽ തകരില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇരിക്കുന്നത് ഞാൻ. ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ആ കേസുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞോ? പരാതിക്കാരിയുടെ പരാതിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് കേസെടുത്ത പോലീസ് നടപടിയൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ? അതോ എൻ്റെ വശത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അതിൽ ഒന്നുമില്ല, നിയമപരമായ നടപടികളൊന്നും ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കിനി ആ ഒരു കേസിൽ എനിക്ക് ചെയ്യാനില്ല. പക്ഷെ ഞാൻ പല നിയമ നടപടികളും. പിന്നെ എന്തിനാണ് ഈ രാഹുൽ ഈശ്വരനെ പിടിച്ച ദിവസങ്ങളോളം അകത്തിട്ടത്? അത് അവരോട് തന്നെ ചോദിക്കണം. ആ കേസ് നിലനിൽക്കുന്നല്ലോ. ഈ സാഹചര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പാർട്ടല്ലേ. അതിനകത്ത് പ്രത്യേകിച്ചൊരു കാരണം പോയ കോടതികളെല്ലാം എന്താണ് കോടതി പറഞ്ഞത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും സുപ്രീം കോടതിയുടെ നിലപാട് അത് തന്നെയാണ്. എനിക്ക് ഹൈക്കോടതിയുടെ അതേ ചിന്തയോടും തീരുമാനത്തോടും ഉറച്ചു നിൽക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുപ്രീം കോടതി പല ഓർഡറുകളും നമ്മൾ കാണുന്നുണ്ട്. വിവാഹിതയായ ഒരു സ്ത്രീ, അവർക്ക് വിവാഹ വാഗ്ദാനം കിട്ടി, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോടതികളുടെ സമയം കളയുന്നതിനെ കുറിച്ച് മാത്രമേ എനിക്കൊരു ചെറിയ പരാതിയുള്ളൂ. എന്തായാലും ഈ നിലപാടിൽ തന്നെ ഇനിയും തുടരും അല്ലേ? ഉറപ്പായിട്ടും. വ്യത്യാസമില്ല അല്ല, എനിക്ക് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു അഭിഭാഷക ആവണം എന്നുള്ളത്. എനിക്ക് 4ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചത് എനിക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനോടിടയ്ക്ക് നമ്മൾ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും നമ്മൾ തണലാകേണ്ടവർക്ക് തണലാവാനുള്ള ഒരു മരമാകാൻ ഞാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് സ്വയമുള്ളൊരു തിരിച്ചറിവിലൂടെയാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളോടും നിലപാടിനോടും എനിക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും എന്നെ അറിയുന്നവരുമായ പല ആളുകളും എനിക്ക് ആ ഒരു പിന്തുണ തന്നിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ആ വഴി കൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇനിയും തുടരും അല്ലേ? തുടരും. നന്ദി, നമസ്കാരം.